ഇന്ന് 2023 ഡിസംബർ 6 പോരാത്തതിന് വിദ്യാഭ്യാസ ബന്ധം കൂടാ. അതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാർ വീട്ടിൽ കാണും. അതുകൊണ്ട് തന്നെ ടീസറിന് കുറച്ചധികം വ്യൂസും കൂടെ കിട്ടും. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഈ ഒരു ദിവസം തന്നെ ടീസർ റിലീസാക്കാൻ തീരുമാനമെടുത്തത് കൊണ്ടാണ് മോഹൻലാൽ ഈസ് കാൾഡ് ഇല്ലുമിനാറ്റി. ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു ഒറ്റ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറുകൾ അതെന്ന് പറയുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കോംബോയാണ്. അപ്പോൾ എന്തായാലും ഇപ്പം നെറ്റ്വർക്ക് ടൈം 4:03 ആയിട്ടുണ്ട്. അപ്പോൾ മുൻപ് ഈ ഒരു സിനിമയെക്കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ചെറിയൊരു പോർഷൻ നിങ്ങളപ്പോഴേക്കും കണ്ടിട്ട് വാ. എന്തായാലും ടീം ആദ്യമേ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കഥാപാത്രം ഒരു ഗുസ്തിക്കാരനാണെന്നുള്ളതാണ്, പഞ്ചാബിലുള്ള ഒരു ഗുസ്തിക്കാരൻ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിലുള്ള മലൈക്കോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചാബിൽ എത്തിപ്പെടുന്ന ഒരു ഗുസ്തിക്കാരനായിരിക്കാം നമ്മുടെ കഥാപാത്രം. അപ്പോൾ അതിലൊരു മിത്തും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ പൊളിക്കുമെന്നാണ് എനിക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു കഥാപാത്രത്തിനൊരു പഴയ ഡീസൽ ബുള്ളറ്റും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും പടം. 1 മിനിറ്റ് 31 സെക്കൻഡിൻ്റെ ടീസറാണ് റിലീസായത്. അതിലും ജസ്റ്റ് വളരെ കുറച്ച് പോർഷനിൽ മാത്രമേ മോഹൻലാലിനെ കാണിക്കുന്നുള്ളൂ. ഇത് ഓവറാൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഗ്ലിംസ് എന്ന് വെച്ചാൽ പക്ക ടീസറായിട്ടാണ് റിലീസായത്. അതേപോലെ തന്നെ മൾട്ടി ഓഡിയോ ഫീച്ചറോടുകൂടിയാണ് ഈ ഒരു ട്രെയിലർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും പ്ലസ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഇവർ മാക്സിമം VFX കുറച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു ടീസറിൽ തന്നെ നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ തമിഴ്നാട്ടിലെ മലൈക്കോട്ട് എന്നുള്ളൊരു സ്ഥലവുമായിട്ട് ബന്ധം കാണും. കാരണം ഈ ഒരു ടീസറിൽ മോഹൻലാൽ സംസാരിക്കുന്നത് തമിഴാണ്. എന്തായാലും 2024 ജാനുവരി 25 തിയേറ്റർ റിലീസ് ആവുന്നത്. അപ്പോൾ എക്സൈറ്റഡ് ആണ്, ട്രെയിലറിനായിട്ടും വെയിറ്റിംഗ് ആണ്. ടീസർ കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.